أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് മുത്തഖീങ്ങളായി തീരുവാൻ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്ത് യാസീനിലെ 48-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വരാനുള്ള ഒരു അവസാന നാളിനെക്കുറിച്ച്, അന്ത്യദിനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും അന്നുള്ള ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മെ കൃത്യമായി അറിയിക്കുകയുമാണ് അള്ളാഹു തആല. വിശ്വസിക്കാത്ത ആളുകളൊക്കെ എക്കാലത്തും പരലോകത്തെ നിഷേധിച്ചിട്ടുണ്ട്, അവർ പരിഹസിച്ചിട്ടുണ്ട്. അത്തരം സത്യനിഷേധികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി അള്ളാഹു തആല നൽകുന്ന ഉത്തരങ്ങളാണത്. എത്രയും പെട്ടെന്നായിരിക്കും ആ അന്ത്യനാൾ സംഭവിക്കുകയെന്നും അന്ന് നിങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വസിയത്ത് നൽകുവാനോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് അവരെ ഒന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ ഒന്നിനും നിങ്ങൾക്ക് സമയമുണ്ടാവുകയില്ല. അത്രയും പെട്ടെന്ന് അന്ത്യനാൾ വരും. അത് നിങ്ങൾ കാത്തിരിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ എത്ര നിഷേധിച്ചാലും, നിങ്ങൾ എത്ര തന്നെ അതില്ലെന്ന് പറഞ്ഞാലും അത് വരിക തന്നെ ചെയ്യും. എല്ലാം നാശമടയുന്ന ഒരു ദിവസമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തിയത്. 2 കാഹളമൂത്ത് ഉണ്ട്. മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 3 കാഹളത്തിലുള്ള ഊത്താണുണ്ടാവുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് ആ തുറന്ന കാഹളത്തിൽ ഊതുക എന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. 51-ാമത്തെ ആയത്തിലൂടെ 2ാമത്തെ കാഹളത്തിൻ്റെ ഊത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. 1ാമത്തെ ഊത്ത് സംഭവിച്ചു. ആ കാഹളമൂത്തോടുകൂടെ എല്ലാം അവസാനിച്ചു. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും എല്ലാം നാശമടഞ്ഞു, എല്ലാം മരണപ്പെട്ടു. ഇനി 2ാമത്തെ ഒരു ഊത്ത് നടക്കുകയാണ് 51-ാമത്തെ ആയത്തിൽ. وَنُفِخَ فِي الصُّورِ فَإِذَا هُم مِّنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ. നഫ്ഖ് ഊതുക, നുഫിഖ ഊതപ്പെടും. സൂർ എന്ന് പറഞ്ഞാൽ ഒരു കാഹളം എന്നൊക്കെയാണ് അർത്ഥം. ഫിസൂരി കാഹളത്തിൽ. ഫഇദ അപ്പോൾ, ഹും അവർ, എല്ലാവരും പെടും. അത് നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ 1ാമത്തെ ആ ഊത്ത് സംഭവിക്കുന്ന സമയത്ത് ഉള്ള മുഴുവൻ ആളുകൾ. ഫഇദാഹും അപ്പോൾ അവർ, മിനൽ അജ്ദാസി അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന്, അവരുടെ ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കലേക്ക്, യൻസിലൂൻ ബന്ധപ്പെട്ട് വളരെ ധൃതിപ്പെട്ട് വരുന്നവരാണ്. അജ്ദാസ് ഖബറുകൾക്കാണ്, അല്ലെങ്കിൽ കുഴി, ശ്മശാനങ്ങൾ. എവിടെയാണോ അവരടക്കപ്പെട്ടത്, ഇനി എവിടെയും അടക്കപ്പെട്ടിട്ടില്ല, എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞു കിടക്കുകയാണ്, എവിടെയാണെങ്കിലും എവിടെയാണോ അവരുള്ളത്
അവിടുന്ന് അവരുടെ റഹ്മാനായ റബ്ബിങ്കലേക്ക് ഏറ്റവും ധൃതിപ്പെട്ടുകൊണ്ട് വമ്പൻ തിരക്കോടുകൂടി ധൃതിപ്പെട്ടുകൊണ്ട് അവർ വരും എന്നാണ് ആ ആയത്തിൽ പറയുന്നത്. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോഴേക്കും അവരതാ അവരുടെ ഖബറുകളിൽ നിന്ന് തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ബന്ധപ്പെട്ട് വരുന്നവരാണ്. ഇത്തരത്തിലുള്ള സൂറന്ന കാഹളത്തിൽ ഊത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂറത്ത് കഹ്ഫിലെ 99-ാമത്തെ ആയത്തിൽ, സൂറത്തു സുമറിലെ 68-ാമത്തെ ആയത്തിൽ, അതേപ്രകാരം സൂറത്തു ഖാഫിലെ 20-ാമത്തെ ആയത്ത്, സൂറത്ത് മുഅ്മിനൂനിലെ 101-ാമത്തെ ആയത്ത് അതൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട സൂറന്ന കാഹളത്തിലുള്ള ഊത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ വനുഫിഖ ഫിസ്സൂർ എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ എല്ലാവരെയും അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ഊത്താണ് കാഹളത്തിൽ ഊതപ്പെടുക എന്നിവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാക്കളും ജഡങ്ങളും തമ്മിൽ കൂടിച്ചേർന്ന് രണ്ടാമത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ ഒരു രണ്ടാമത്തെ ഒരു ജീവിതം മരണപ്പെട്ടു. പിന്നീട് അവർ ഖബറുകളിലാണ്, ബർസഖിയായ ലോകത്താണ്. ആ ബർസഖിയായ ലോകത്ത് നിന്ന് യഥാർത്ഥമായ അടുത്ത ജീവിതത്തിന്റെ ആ ജീവിതത്തിലേക്കുള്ള ക്ഷണത്തിന്റെ ഒരു കാഹളമൂത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, ആ ദിവസം അങ്ങ് വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അവനവന്റെ കാര്യം മാത്രമായിരിക്കും ചിന്തിക്കുക. മറ്റേതെങ്കിലും ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ സമയമുണ്ടാവുകയില്ല. എൻ്റെ ബാപ്പയുടെ കാര്യത്തെക്കുറിച്ച്, ഉമ്മയുടെ കാര്യങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, കച്ചവടം, ബന്ധുമിത്രാദികൾ, ആരെക്കുറിച്ചും ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ അവരെക്കുറിച്ച് അവരെ നോക്കുവാനോ ഒന്നിനും കഴിയാത്ത, അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോലും സമയം കിട്ടാത്ത, അതിനെക്കുറിച്ചൊന്ന് ഒരു ചിന്തയുമില്ലാത്ത ഒരു ദിവസമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവർക്കിടയിൽ യാതൊരു കുടുംബ ബന്ധങ്ങളും ഉണ്ടാവുകയില്ല. അവർ പരസ്പരം അന്വേഷിക്കുകയില്ല, ചോദിക്കുകയില്ല. എല്ലാവരിൽ നിന്നും സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹധർമ്മിണിയെയും മക്കളെയും ഒക്കെ കാണുന്ന സമയത്ത് മനുഷ്യർ വിട്ടോടിപ്പോകുന്ന ദിവസമാണത്. അന്നത്തെ ദിവസം എല്ലാവരും നഫ്സി നഫ്സി എന്ന് മാത്രം പറയുന്ന ഒരു ദിവസം. ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് പോകാൻ അത് നമുക്ക് നിമിത്തമായി തീരുമാറാവട്ടെ. അവിടെ വേദനകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് സന്തോഷത്തോടു കൂടെ പോകാൻ നമുക്ക് കഴിയണം. അതിന് എന്ത് വേണം? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന് വഴിപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ആ ദിവസം നമുക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഖാലൂ, അവര് പറയും, യാ വൈലനാ, ഞങ്ങളുടെ കഷ്ടകാലമേ, മൻ, ആരാണ്, ബഅസന, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, മൻ ബഅസന, ഞങ്ങളെ ആരാണ് എഴുന്നേൽപ്പിച്ചത്, മിൻ മർഖദിന, ഞങ്ങൾ ഉറങ്ങിയിടത്ത് നിന്ന്, മർഖദ് ഉറക്കം, മിൻ മർഖദിന, ഞങ്ങൾ ഉറങ്ങിയിടത്ത് നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാണ്, ഹാദാ, ഇത്, മാ വഅദർ റഹ്മാൻ, പരമകാരുണീകനായ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണിത്, വസ്വദഖ, സത്യം പറയുകയും ചെയ്തിട്ടുണ്ട്, അൽ മുർസലൂന, പ്രവാചകന്മാർ, ദൂതന്മാർ, അവർ സത്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസ്വദഖൽ മുർസലൂൻ. അവര് പറയും, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ ഉറങ്ങിയിടത്ത് നിന്ന് ഞങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിച്ചത്, ഇത് പരമകാരുണീകനായിട്ടുള്ളവൻ നമ്മോട് വാഗ്ദാനം ചെയ്യുകയും മുർസലീങ്ങളായ ദൂതന്മാർ സത്യം പറയുകയും ചെയ്തിട്ടുള്ള ഒരു ദിവസമാകുന്നു, അവസ്ഥയാകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ പദാർത്ഥവും സാരവും. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അവർ പറയും, ആര്? അവിശ്വാസികളായ ആളുകൾ. ഇവിടുന്ന് നിഷേധിച്ച പരലോകമില്ല, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, അന്ത്യനാളില്ല, അതിനൊക്കെ നിഷേധിച്ച ആളുകൾ നാളെ അവർ പറയുക തന്നെ ചെയ്യും. അവർ വയോവിഹ്വലരായി ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് അവർ ചോദിക്കുക, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങളെ ഉറങ്ങിയിടത്ത് നിന്ന് വീണ്ടും ഞങ്ങളെ ഉയർന്നെഴുന്നേൽപ്പിച്ചത് ആരാണ്? ആരപ്പം ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് വീണ്ടും എന്ന് അവർ ചോദിക്കും. ഈ പരിഹസിച്ച ധിക്കാരികളായ അവിശ്വാസികളും മുശ്രിക്കീങ്ങളുമായ
അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും ഒക്കെ പരിഹസിച്ച് അന്ത്യനാളിനെ അവിശ്വസിച്ച് അതില്ലെന്ന് പറഞ്ഞു നടന്ന ആളുകൾ അവരിങ്ങനെ ചോദിക്കും, ആരാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറയുന്നത്. ആ മറുപടി ആരാണ് പറയുന്നത്? മലക്കുകളാണ് ആ മറുപടി കൊടുക്കുക എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും, അല്ലാഹു അഅലം. ഏതായിരുന്നാലും അവർക്ക് മറുപടി കൊടുക്കും. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. പരമകാരുണീകനായ അല്ലാഹു നമ്മോട് വാഗ്ദാനം ചെയ്യുകയും മുർസലുകൾ സത്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. റഹ്മാനായ റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നില്ലേ? നിങ്ങളോട് കരാറ് ചെയ്തിരുന്നില്ലേ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്? പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി ഇങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്നവർ പറഞ്ഞിരുന്നില്ലേ? അത് സത്യമായി പുലർന്നിരിക്കുന്നു എന്ന് അവർക്ക് മറുപടി കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും മിനൽ إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. إن كانت അതായിരിക്കില്ല. ഒന്നാമത്തെ ഊത്താകട്ടെ. രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും അല്ലാഹു പറയുന്നു, ഇൻ കാനത്ത് അതായിരിക്കില്ല, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം അതേ ഉണ്ടാവുകയുള്ളൂ, അധിക സമയമൊന്നും ഉണ്ടാവില്ല. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോര ശബ്ദമല്ലാതെ, ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. ഫഇദാഹും, അപ്പോൾ അവരതാ, ജനങ്ങൾ മുഴുവനും, ആളുകൾ മുഴുവനും, ജമീഉൻ, അവർ മുഴുവനും, ലദൈന, നമ്മുടെ അടുക്കൽ, മുഹ്ളറൂൻ, ഹാജരാക്കപ്പെട്ടവരായിരിക്കും. ആ ഒരു ഘോര ശബ്ദം അങ്ങ് വരുന്നതോടുകൂടെ, ആ സൂറന്ന കാഹളത്തിലുള്ള ആ ഊത്തങ്ങ് വരുന്നതോടുകൂടെ എല്ലാവരും റഹ്മാനായ റബ്ബിങ്കലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് ഓടിച്ചെല്ലും. അങ്ങനെ ലദൈനാ മുഹ്ളറൂൻ, എല്ലാ ആളുകളെയും, ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വരെ വരുന്ന മുഴുവൻ ആളുകളും, കോടാനകോടി ജനങ്ങൾ, ജമീഉൻ, എല്ലാവരും, ഒരാളും ഒഴിവാവില്ല, ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല, ഒരാളെ പോലും മറന്നു പോവുകയില്ല. ജമീഉൻ, എല്ലാവരും, എല്ലാ പ്രായക്കാരും, ചെറിയ കുഞ്ഞുപോലും സെക്കൻഡുകൾ, നിമിഷ നേരങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ അവര് വരെ ലദൈന, നമ്മുടെ അടുക്കൽ, മുഹ്ളറൂന, അവരെ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാവരും നമ്മുടെ അരികിൽ വരിക തന്നെ ചെയ്യും. ഒരൊറ്റ അട്ടഹാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ സൂറന്ന കാഹളത്തിലുള്ള ഊത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ. فَالْيَوْمَ, ആ ദിവസം, അന്നത്തെ ദിവസം, ലാ തുദ്ലമു, അക്രമം ചെയ്യുകയില്ല. അക്രമം, ലാ തുദ്ലമു, അക്രമം, ഒരു അനീതിയും ചെയ്യുകയില്ല. നഫ്സുൻ, ഒരു ദേഹവും ഒരാളോടും അക്രമം ചെയ്യുകയില്ല. ഷൈഅൻ, ഒട്ടും, യാതൊരു നിലക്കുമുള്ള ഒരു അക്രമവും അന്നത്തെ ദിവസം നടക്കുകയില്ല. വലാ തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇല്ലാമാ, ഒന്നിന്റെ അല്ലാതെ, കുൻതും, നിങ്ങളായിരിക്കുന്നു, തഅമലൂന, പ്രവർത്തിച്ചിരിക്കുന്നു. അന്ന് ഒരാളോടും ഒരു തരത്തിലുള്ള അനീതിയും ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല എന്നാണ് 54-ാമത്തെ ആയത്തിന്റെ സാരം. ഭൗതികമായ ജീവിതത്തിൽ പരസ്പരം അക്രമങ്ങളും അനീതിയും നടത്താൻ കഴിയും. പക്ഷേ പരലോകത്ത് പരസ്പര അക്രമങ്ങൾ ഉണ്ടാവുകയില്ല. ഒരാളും ആക്രമിക്കുകയില്ല, ഒരാളും ദ്രോഹിക്കുകയില്ല, പരസ്പരം ചീത്ത പറയില്ല, പരസ്പരം ആക്ഷേപിക്കില്ല. ഒരാളെയും, എന്തിനേറെ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വഫാതൻ ഉറാതൻ ഉർല, പൂർണ്ണ നെക്ടരായിട്ടാണ് എല്ലാ മനുഷ്യന്മാരെയും, കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ എങ്ങനെയാണോ പ്രസവിച്ചത് അതേ രൂപത്തിലായിരിക്കും നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചില്ലേ, അള്ളാന്റെ റസൂലെ, ആണും പെണ്ണും ഒക്കെ പൂർണ്ണ നെക്ടരായിരിക്കുമ്പോൾ പരസ്പരം ഔറത്തുകൾ കാണില്ലേ, അവർ നോക്കില്ലേ? ആയിഷ, നീ എന്താ വിചാരിച്ചത് ആ ലോകത്തെക്കുറിച്ച്? അവിടെ നോക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ ഔറത്തിലേക്ക് നോക്കി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു നിലക്കുമുള്ള ആസ്വാദനങ്ങളോ
ഒരു നിലക്കുള്ള അക്രമങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ലോകമാണത്. ഒരു തരത്തിലും ഒരാളെയും ആക്രമിക്കുകയില്ല, അവിടെ അക്രമം പ്രവർത്തിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, നിങ്ങൾ എന്താണോ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളിൽ നിങ്ങൾ ചെയ്തത്, ആ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും നൽകപ്പെടുകയില്ല. നമ്മൾ ദുനിയാവിൽ നിന്ന് നന്മയാണ് ചെയ്തതെങ്കിൽ ചെയ്ത നന്മകൾക്ക് മുഴുവനും നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടും. ഒന്നുപോലും നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തുന്നു, അത് കേൾക്കുന്നു, അത് പരീക്ഷ എഴുതുന്നു, എല്ലാത്തിനും എല്ലാ നന്മകൾക്കും നാളെ അവിടെ പ്രതിഫലമുണ്ട്. ഇവിടുന്ന് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തിന്മകൾക്കും അതിൽ നാളെ പരലോകത്ത് ശിക്ഷയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് നാളെ ആ പരലോകത്തിലെ നന്മകൾക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സുകളിൽ, അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളിൽ, അള്ളാഹുവിൻ്റെ ആ പരലോകത്തിലേക്ക് നമ്മുടെ നന്മകൾക്ക് വേണ്ടി, നാളെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഈ ഭൗതികമായ ജീവിതത്തിനെ നാം ഉപയോഗപ്പെടുത്തുക. ആ പരലോകത്തെ രക്ഷപ്പെടുന്ന യഥാർത്ഥ സത്യവാന്മാരിൽ, സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്ത് യാസീനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 54 ആയത്തുകൾ നാം മനസ്സിലാക്കുകയുണ്ടായി. ഏറ്റവും അവസാനം ഒന്നാമത്തെ ഒരു കാഹളമൂത്തുണ്ടാകുമെന്നും ആ കാഹളമൂത്തോടുകൂടെ എല്ലാവരും നാശമടയുമെന്നും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാലം അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു എത്രയാണോ കാലം ഉദ്ദേശിച്ചത് അത്രയും കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഒരു ഊത്തുകൂടെയുണ്ടാകും, ഇസ്രാഫീൽ അലൈഹിസ്സലാം തുറന്ന കാഹളത്തിൽ. അതോടുകൂടെ ആദം നബി അലൈഹിസ്സലാം മുതൽ ആ അന്ത്യ സമയം വരെയും മരണപ്പെട്ടു പോയ എല്ലാ മനുഷ്യരെയും എല്ലാവരെയും പുനർജീവിപ്പിക്കുമെന്നും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നും ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊത്ത് ഉണ്ടാകുന്ന സമയം ജനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക്, മഹ്ശറയിലേക്ക് ഏറ്റവും ധൃതിപ്പെട്ട് വല്ലാത്ത തിരക്കോടുകൂടെ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമെന്നും അന്നത്തെ ദിവസം ഒരാളെയും സഹായിക്കപ്പെടുകയില്ല, ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. നാം ദുനിയാവിൽ നിന്ന് എന്താണോ ചെയ്തത് അത് മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മോട് പറഞ്ഞത്. അവിടെ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഭയാനകരമായ ശിക്ഷയും അവരുടെ അവസ്ഥകളുമൊക്കെയാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയതെങ്കിൽ, അവിശ്വാസികളെക്കുറിച്ച് പ്രസ്താവിച്ചതിന് ശേഷം, പറഞ്ഞതിന് ശേഷം 55-ാമത്തെ ആയത്ത് മുതൽ സത്യവിശ്വാസികളായ നമ്മെക്കുറിച്ചുകൊണ്ട്, വിശ്വാസികളെക്കുറിച്ചുകൊണ്ട് പ്രസ്താവിക്കുകയാണ്. അവിശ്വാസികളും വിശ്വാസികളും ഒരുപോലെയല്ല.
സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല. ഖുർആൻ പഠിക്കുന്നവരും വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെയല്ല. സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല. ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തുന്നവരും കണ്ടെത്താത്തവരും ഒരുപോലെയല്ല. അതെല്ലാം വ്യത്യസ്തങ്ങളായ അവസ്ഥകളാണുള്ളത് എന്ന് ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞു, സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല. വസ്വഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാരാകുന്ന ആളുകൾ അവർ ഏറ്റവും വലിയ വിജയികളാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സന്ദർഭങ്ങളിൽ, വിവിധ രീതികളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് നാം ഭൗതിക ജീവിതത്തിൽ കാണുന്ന പലതിൻ്റെയും ഉദാഹരണം എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ചാരുകസേരയുണ്ട്, അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയേണ്ട. അവിടെ മുന്തിരികളുണ്ട്, അവിടെ കട്ടിലുകളുണ്ട്, അവിടെ സോഫകളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ദുനിയാവുമായി നാം താരതമ്യം ചെയ്യാൻ പാടില്ല. അതിനേക്കാളും നമ്മുടെ ഊഹങ്ങളുടെയൊക്കെ അപ്പുറത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള മഹനീയമായ അനുഗ്രഹം. അല്ലാഹു ആ മഹനീയമായ സ്വർഗത്തിന്റെ അനുഭൂതികളും ആസ്വാദനങ്ങളും അനുഭവിക്കുവാനും ആ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ജന്നത്ത് സ്വർഗം, അസ്ഹാബ് ആളുകൾ, ഇന്ന തീർച്ചയായും, ഇന്ന അസ്ഹാബൽ ജന്ന തീർച്ചയായും സ്വർഗത്തിന്റെ ആളുകൾ, സ്വർഗക്കാർ. അല്യൗം, യൗമ ദിവസം, അല്യൗം അന്നത്തെ ആ ദിവസം. ഷുഗല് ജോലി, ഷുഗല് ഗൈനാണ്, ഐനല്ല. ഷുഗല് ജോലി, ഫീ ഷുഗലിൻ ജോലിയിൽ, ഏർപ്പാടിൽ. ഫാക്കിഹ് ആനന്ദിക്കുക, ഫാക്കിഹൂൻ അവർ ആനന്ദിക്കുന്നവരായിരിക്കും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. നിശ്ചയമായും ആ സ്വർഗത്തിന്റെ ആളുകൾ അന്ന് ഓരോ ജോലിയിലായി കൊണ്ട് സുഖം ആസ്വദിക്കുന്നവരായിരിക്കും. ആ സ്വർഗത്തിലെത്തിയാൽ ഭൗതികമായ ജീവിതത്തിൽ നാം ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബം പോറ്റാനാണ്, മക്കളുടെ പശിയടക്കാനാണ്, ഇണകളുടെ പശിയടക്കാനാണ്, മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്, അവരുടെ ഉപജീവനത്തിനാണ്. പക്ഷെ സ്വർഗത്തിൽ ജോലിയിലാണ്. ആ ജോലി ചെയ്യുന്നത് അവിടെ ഭക്ഷണം കിട്ടാനല്ല. അവിടെയുള്ള ജോലികളൊക്കെ വെറും ആസ്വാദനങ്ങളാണ്, സന്തോഷങ്ങൾക്ക് വേണ്ടി, ആനന്ദങ്ങൾക്ക് വേണ്ടി. ഓരോരുത്തരും വിവിധങ്ങളായിരിക്കുന്ന ജോലികളിൽ മുഴുകിക്കൊണ്ടിരിക്കും. കാരണം ആ ജോലികളൊക്കെ അവർക്ക് ആനന്ദകരവും ആസ്വാദ്യകരവുമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഹും അവർ, അസ്വാജ് ഇണകൾ, അസ്വാജ് ഭാര്യക്ക് ഭർത്താവ്, ഭർത്താവിന്റെ ഭാര്യ. അസ്വാജ് ഇണകൾ, ഹും അവരുടെ. ഹും വഅസ്വാജുഹും അവരും അവരുടെ ഇണകളും. ളിലാല് തണല്, ളിലാല് തണലുകൾ, ഫീ തണലുകളിൽ. അറായിക്ക് നല്ല അലങ്കരിച്ച സോഫകൾ അല്ലെങ്കിൽ കട്ടിലുകൾ, അതിനൊക്കെയാണ് അറായിക്ക് എന്ന് പറയാം. വെറും സാധാ നമ്മുടെ അതിന് ലോക്കൽ കട്ടിലല്ല, നല്ല ലോകത്ത് നാം കണ്ടിട്ടുള്ള ഏതെല്ലാം അലങ്കൃതമായ സോഫകളും കട്ടിലുകളുമുണ്ടോ അതിനേക്കാളും എത്രയോ അലങ്കൃതം, അത്രയൊന്നുമല്ല, അതിനേക്കാളും എത്രയോ അല്ലാഹു തആല നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത അത്രയും വലിയ അലങ്കൃതമായ കട്ടിലുകൾ, അതിനാണ് അറായിക്ക് എന്ന് പറയുന്നത്. അലൽ അറായിക്, അലങ്കൃതമായ കട്ടിലുകളുടെ മേൽ. മുത്തക്കിഊൻ ചാരി ഇരിക്കുന്നവരായിരിക്കും. ആണ് സ്വർഗത്തിലെത്തിയാലുണ്ടാകുന്ന അവസ്ഥയാണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ. അവരും അവരുടെ ഇണകളും
തണലുകളിൽ അലങ്കൃതമായ സോഫകളിൽ വളരെ സുന്ദരമായി സൗഖ്യത്തോടുകൂടെ ചാരിയിരിക്കുന്നവരായിരിക്കും. അതാണ് ആയത്തിന്റെ അർത്ഥം. നാളെ സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ ഇണകളുണ്ടാകും. എങ്ങനെയുള്ള ഇണകളാണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മുഅ്മിനീങ്ങളായ ഇണകളാണ് നമുക്കുള്ളതെങ്കിൽ, സന്താനങ്ങളാണ്, കുടുംബമാണ് നമുക്കുള്ളതെങ്കിൽ ആ കുടുംബത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ ആസ്വാദനങ്ങളിലായി മുഴുകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചാരുകസേരകളും അലങ്കൃതമായ സോഫകളും കട്ടിലുകളുമെല്ലാം നാളെ സ്വർഗത്തിൽ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ആ അലങ്കരിച്ച സോഫകളൊക്കെ നല്ല തണലുകളിലായിരിക്കും. വെയിലൊന്നും കൊള്ളാതെ AC റൂമുകൾ വേണ്ട, അവിടെ പ്രത്യേകമായ തണലുകളുണ്ട്, അലങ്കൃതമായ സോഫകളുണ്ട്, കട്ടിലുകളുണ്ട്. അവിടെ ഇണകളോടൊപ്പം കുടുംബത്തോടൊപ്പം ആസ്വാദനത്തോടുകൂടെ ചാരി ഇരിക്കുന്നവരായിരിക്കും. ആ സ്വർഗത്തിലെത്തിയാൽ അവിടെ എത്തിക്കിട്ടണം. എത്തണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു തആല പറഞ്ഞതുപോലെ അള്ളാഹനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മറക്കാതെ അവനെ വഴിപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിൽ ഈ ആസ്വാദനങ്ങളൊക്കെ കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും മാ യദ്ദഊൻ. ഹും അവർ, ലഹും അവർക്കുണ്ട്, ഫീ ഇൽ ഹാ അതിൽ, ലഹും അവർക്കുണ്ട്, ഫീഹാ അതിൽ, ഫാകിഹത്ത് പഴവർഗങ്ങൾ, സുഖഭോജനത്തിന് വേണ്ടിയുള്ള സുഖ ആസ്വാദനങ്ങൾക്ക്, വിശന്നിട്ടല്ല, അല്ലാത്ത സുഖത്തിന് വേണ്ടി ആസ്വാദനത്തിന് വേണ്ടി കഴിക്കുന്ന പഴം, ഫാകിഹത്ത് സുഖഭോജനത്തിന് വേണ്ടിയുള്ള പഴങ്ങളും അവിടെയുണ്ട്. വലഹും അവർക്കുണ്ട്, മാ ഒന്ന്, യദ്ദഊന അവർ ആവശ്യപ്പെടുന്ന ഒന്ന്, ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്ക് സുഖഭോജനത്തിനുള്ള ഫലവർഗങ്ങളും പഴങ്ങളും അതിലുണ്ട്. അവർ എന്ത് ആവശ്യപ്പെടുന്നുവോ, അവർ എന്ത് ചോദിക്കുന്നുവോ, എന്ത് ആവശ്യപ്പെടുന്നുവോ അതെല്ലാം അവർക്ക് ആ സ്വർഗത്തിലുണ്ട്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. നാളെ സ്വർഗത്തിൽ അവർക്ക് പഴങ്ങളുണ്ട്. ഏതെല്ലാം പഴങ്ങളാണോ വേണ്ടത്, എന്തെല്ലാമാണോ വേണ്ടത്, എല്ലാം അവിടെയുണ്ട്. അവസാനം അല്ലാഹു പറയുന്നത് വലഹും മാ യദ്ദഊൻ. അവരെന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നതെല്ലാം അവർക്ക് സ്വർഗത്തിലുണ്ട്. ദുനിയാവ് പോലെയല്ല. ദുനിയാവിൽ നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം കിട്ടിക്കൊള്ളണം എന്നില്ല. നാം ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സുഖജീവിതങ്ങളും നമുക്ക് കിട്ടണം എന്നില്ല. പക്ഷേ ആ സ്വർഗത്തിലെത്തിയാൽ വലഹും മാ യദ്ദഊൻ, സ്വർഗക്കാരാകുന്ന ആ ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ഭക്ഷണങ്ങളാവട്ടെ, കുടിപാനീയങ്ങളാകട്ടെ, അവരുടെ ആഗ്രഹങ്ങളാകട്ടെ, എന്തൊന്നാണോ അവർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതെല്ലാം ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ഒരു ലോകമാണ്. സ്വർഗത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ അനുഭൂതികൾ. നരകത്തിന്റെ ഭയാനകതകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ സ്വർഗത്തിലെത്താൻ കാലി സഞ്ചിയുമായി വന്ന നമ്മൾ ആ സഞ്ചി നിറക്കാനുള്ള സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. കാലി സഞ്ചിയുമായി വന്നവരാ നമ്മൾ. ആ സഞ്ചി നിറസഞ്ചിയുമായി റഹ്മാനായ റബ്ബിനെ നമുക്ക് കാണാൻ കഴിയണം. അതിലേക്ക് കഴിവിന്റെ പരമാവധി അഅ്മാലുകൾ വർദ്ധിപ്പിക്കണം. എങ്ങനെയെല്ലാം തസ്ബീഹുകളായും തക്ബീറുകളായും സ്വലാത്തുകളായും ദിക്റുകളായും നമസ്കാരമായും സുന്നത്ത് നമസ്കാരമായും ഖുർആൻ പാരായണം കേൾക്കലും അത് പാരായണം ചെയ്യലും അത് പഠിക്കലും അത് എഴുതലും, അങ്ങനെ ഏതെല്ലാം നന്മകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ, ആ പഠിപ്പിച്ചു തന്നിട്ടുള്ള നന്മകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. ആ സ്വർഗത്തിലെത്തിയിട്ട് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമുക്ക് കഴിയില്ല. ഒരു 10 രൂപ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ, സമ്പത്തിനെ, ആരോഗ്യത്തിനെ, സമയത്തിനെ എല്ലാം ഈ സ്വർഗത്തിന്റെ അനുഭൂതികളിൽ ഉൾപ്പെടാൻ വേണ്ടി, ഈ അസ്ഹാബുൽ ജന്നയിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്കതിൽ ഫലവർഗങ്ങളുണ്ട്. അവർ എന്ത് ആവശ്യപ്പെടുന്നുവോ എല്ലാം അവർക്ക് അതിലുണ്ട്. ഇനിയോ
ഇനി അതിനേക്കാൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ദുനിയാവിൽ നിന്ന് മറ്റൊരു രീതിയിലെങ്കിലും ആസ്വദിച്ചതാണ്. ദുനിയാവിൽ നിന്നൊരിക്കലും ആസ്വദിച്ചിട്ടില്ലാത്ത വല്ലാത്ത ഒരു മഹത്വമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അത് സ്വർഗക്കാർക്ക് മാത്രം കിട്ടുന്നതാണ്. എന്താണത്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം സമാധാന ശാന്തി. സലാം സമാധാനം ശാന്തി. ഖൗല് വാചകം, വാക്ക്, ഖൗല്. റബ്ബ് രക്ഷിതാവ്, മിർ റബ്ബ് രക്ഷിതാവിൽ നിന്ന്, റഹീം കരുണാനിധിയായ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സമാധാന ശാന്തി സലാം കരുണാനിധിയായ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വചനം തന്നെ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. നാളെ സ്വർഗത്തിലെത്തിയാൽ എല്ലാവരിൽ നിന്നും പരസ്പരം കേൾക്കേണ്ട വാചകം സലാം സലാം സലാം. സലാമിന്റെ ഉപചാരവും ആ സലാം കൊണ്ടുള്ള സ്വീകരണങ്ങളും വല്ലാത്ത സ്വീകരണമായിരിക്കും ആ സ്വർഗത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുക. ആ സ്വീകരണങ്ങൾ മലക്കുകളിൽ നിന്നുണ്ട്, വിശ്വാസികളിൽ നിന്നുണ്ട്. ആ സ്വീകരണങ്ങളിൽ സലാം പറഞ്ഞുകൊണ്ടുള്ള സ്വീകരണങ്ങളിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളത്, ഏറ്റവും സന്തോഷകരമായത്, ഏറ്റവും ഉന്നതമായത് റഹ്മാനായ റബ്ബിൽ നിന്ന് ലഭിക്കുന്ന ഉപചാരം തന്നെ. അല്ലേ പ്രിയപ്പെട്ടവരെ? പലരുടെയും സലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാപ്പയോട്, ഉമ്മയോട്, മക്കളോട് നമ്മൾ സലാം പറയാറുണ്ട്. അവർ നമ്മോട് സലാം പറയാറുണ്ട്. നമ്മൾ പരസ്പരം സലാം പറയാറുണ്ട്. സലാം പറയുന്നതിനെയും കേൾക്കുന്നതിനെയും അടക്കുന്നതിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ നാളെ സ്വർഗത്തിലെത്തുമ്പോ ആ സ്വർഗത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മോട് സലാം പറയുന്നു. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന ഉപചാര വചനമാണ്. അതേ അള്ളാഹുവിന്റെ സലാം. പരിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു തആല പറഞ്ഞതാണ്, വിശ്വാസിയായി മാറിയോ ആ വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള സലാമുകൾ ഉണ്ടാവും. മരണവേളയിൽ സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് മലക്കുകളുടെ സലാം ഉണ്ടാകുമെന്ന് അള്ളാഹു തആല സൂറത്തുൻ നഹ്ലിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. ത്വയ്യിബീങ്ങളായ വിശിഷ്ടരായ വിശ്വാസികളുടെ ആത്മാവ് പിടിക്കുന്ന നേരം മലക്കുകൾ അവരോട് പറയുന്നത് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് ആ മലക്കുകൾ പറയും. മരണസമയത്ത് മലക്കുകളുടെ സലാം, അല്ലാഹുവിന്റെ സലാം. അതേ പ്രകാരം സ്വർഗത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ടുള്ള സ്വാഗതം ചെയ്യൽ. സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നുണ്ട്, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. കൂട്ടം കൂട്ടമായി വിശ്വാസികളാകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ ആ സ്വർഗത്തിന്റെ കാവൽക്കാരാകുന്ന ആളുകൾ, ആ സ്വർഗക്കാരാകുന്ന അസ്ഹാബുൽ ജന്നയോട് പറയുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ, നിങ്ങൾക്ക് മനസ്സ് സമാധാനം, അവിടെയും സലാം. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ എവിടെയും ആരിൽ നിന്നും അവർക്ക് സലാമിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, രക്ഷയുടെ അഭിവാദ്യങ്ങളാണ് സിദ്ധിക്കുന്നത്. അപ്പൊ സത്യവിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ആ മരണത്തിന്റെ ആ അവസാന സമയത്ത് അവിടെ മുതൽ തുടങ്ങും സലാം സലാം സലാം. അത് വല്ലാത്ത മഹത്തായ ഒരു വാചകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്, ജീവിതത്തിൽ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നതാണ് റഹ്മാനായ റബ്ബിന്റെ സലാം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് രക്ഷ, വമിൻകസ്സലാം, നിന്റെ വക്കൽ നിന്നാണ് സലാം. അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനായ റബ്ബിന്റെ ആ സലാം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബേ, നീ ഞങ്ങൾക്കും
ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവർക്കും അല്ലാഹുവേ നിന്റെ അനുഗ്രഹവും അന്ധകാരത്തിൽ നിന്നുള്ള മോചനവും നിത്യശാന്തിയും നൽകണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ സലാം നൽകി ഞങ്ങളെ നീ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.